ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ആഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും നാം കൊണ്ടാടുകയാണല്ലോ. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ എളിമ അവളെ സ്വർലോകം വരെ ഉയർത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, എളിമയുള്ള മനുഷ്യന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ദൗർബല്യമാണ്. പരിശുദ്ധ അമ്മ ലോകത്ത് ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടോ അവരെല്ലാം സാധാരണക്കാരും എളിമയുള്ള ഹൃദയമുള്ളവരുമായിരുന്നു. ലൂക്ക 1:47 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവളും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതിനാൽ സകല തലമുറകളും എന്നെ ഇപ്പോൾ മുതൽ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സ്നേഹമുള്ളവരെ, മാതൃവേദി അമ്മമാരായ നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. അമ്മേ മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾക്ക് എളിമ എന്ന പരമപുണ്യം ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ. ആമേ. ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആവേ മരിയ.